അന്നൊരു പേഷ്യൻ്റ് ഒ പിയിൽ വന്നു കേട്ടോ. അയാൾ ഒരു 45 വയസ്സുണ്ട്, വളരെ വെൽ ബിൽറ്റ് ആയിട്ടുള്ള ഒരാൾ. അപ്പോൾ കഴുത്തിലെ തേയ്മാനം സംബന്ധമായിട്ടുള്ള സിംറ്റംസ് ആണ് മൂപ്പർക്ക് ഉണ്ടായിരുന്നത്. MRI എടുത്തപ്പോൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഫൈൻഡിങ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഇങ്ങനത്തെ പേഷ്യൻസ് വരുമ്പോൾ എന്താണ് ഇവരുടെ ജോലി, ഇപ്പം തലയിൽ ഭാരം വെക്കുന്ന വല്ല ജോലികളുണ്ടോ, അതേമാതിരി വല്ല ഓക്വേർഡ് പൊസിഷനിൽ കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യേണ്ട ജോലിയാണോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അതിൽ ഇങ്ങേരുടെ കാര്യത്തിൽ ഇയാളുടെ പ്രൈമറി ജോലി അതൊന്നുമല്ല. ബട്ട് ദെൻ നല്ല ഒരു ജിം മനുഷ്യനാണ് അയാൾ, നന്നായിട്ട് ശരീരത്തിന് നോക്കുന്ന ആളാണ്. സ്പെസിഫിക് ആയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഈ ട്രൈസെപ്സിന് അടിക്കുമ്പോൾ അദ്ദേഹം വലിയ ഡമ്പൽ എടുത്തിട്ട് തലയിൽ വെയിറ്റ് താങ്ങാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു സ്പെസിഫിക് ഹിസ്റ്ററിയാണ്. തലയിലെ ഭാരം വെച്ച് കഴിഞ്ഞാൽ കഴുത്തിലെ തേയ്മാനത്തിൻ്റെ ആക്കം കൂട്ടും എന്നുള്ള പഠനങ്ങൾ ഒരുപാടുണ്ട്. ഈ പഠനങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ ഡെവലപ്പിംഗ് രാജ്യങ്ങളായിട്ടുള്ള ഇപ്പോൾ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. ബട്ട് ദെൻ ഇങ്ങനെ ഒരു മോഡേൺ എറ അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്യാത്ത ഒരു ജനതയിലും ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്നുള്ളത് എനിക്ക് ആ പേഷ്യനോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ എന്തായാലും കുറച്ച് പ്രായമൊക്കെ എത്തുമ്പോൾ നമുക്ക് ഡീജനറേറ്റീവ് ചേഞ്ചസ് അല്ലെങ്കിൽ തേയ്മാന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അത് ആക്സിലറേറ്റ് ചെയ്യുന്ന അതല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഓക്വേർഡ് പൊസിഷനിൽ ഉള്ള ജോലിയാണെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ജോലിയിൽ ചെയ്യുക ഒന്ന്. രണ്ടാമത്തെ കാര്യം, തലയിൽ വെയിറ്റ് വെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ.